നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിലെ സ്കൂൾ കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും മെയ് 15 മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് സെറമണി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 6ഓളം നവവധുക്കൾ ചേർന്നാണ് തൻവിക ലോഞ്ചിംഗ് നടത്തിയത്. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിലേക്ക്. ജില്ലയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോ വീഡിയോ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു. മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിലാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിലെ സ്കൂൾ കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും മെയ് 15 മുൻപ് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ജില്ലയിലെ സ്കൂൾ കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും മെയ് 15 മുമ്പ് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കൂടിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കേണ്ടി വരുന്ന സ്കൂളുകളിൽ ശൗചാലയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ യോഗത്തെ അറിയിച്ചു. തഹസിൽദാർമാർ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ മുന്നൊരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തണം. തീരദേശ പഞ്ചായത്തുകളിൽ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീടുകളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കാനായി ജിയോ ബാഗുകൾ, മണൽച്ചാക്കുകൾ പോലെയുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കുന്നതിന് ജലസേചന വകുപ്പുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ബീച്ചുകളിൽ ലൈഫ് ഗാർഡുകളുടെ സേവനം ഉറപ്പാക്കണമെന്ന് മന്ത്രി വകുപ്പിന് നിർദ്ദേശം നൽകി. എല്ലാ വകുപ്പുകളുടെയും മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മന്ത്രി കർശന നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. MLA മാരായ പി ചിത്തരഞ്ജൻ, H. സലാം, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ എന്നിവർ നേരിട്ടും MLA മാരായ തോമസ് K. തോമസ്, MS. അരുൺകുമാർ, ദലീമ ജോജോ എന്നിവർ ഓൺലൈനായും സബ് കളക്ടർ സമീർ കിഷൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ സി പ്രേംജി, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ സംബന്ധിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് സെറമണി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 6ഓളം നവവധുക്കൾ ചേർന്നാണ് തൻവിക ലോഞ്ചിംഗ് നടത്തിയത്. സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് നടന്നു. അക്ഷയ തൃതീയ ദിനത്തിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ തങ്ങളുടെ എക്സ്ക്ലൂസീവ് ബ്രാൻഡായ ഡിവൈൻ കളക്ഷൻസിലെ തന്നെ അത്യാധുനിക ഡിസൈനോട് കൂടിയ പുതിയ ആഭരണത്തിന്റെ ലോഞ്ചിംഗ് 6ഓളം നവവധുക്കൾ ചേർന്നാണ് നടത്തിയത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂം ഹെഡ് VV അബ്ദുൽ സലീം ചടങ്ങിൽ അധ്യക്ഷനായി. ഷോറൂം അസിസ്റ്റന്റ് ഹെഡ് മുഹമ്മദ് അഫ്സൽ, ഷോറൂം മാനേജർ KG അനൂജ്, മാർക്കറ്റിംഗ് മാനേജർ VK റിയാസ്, PRO ഗണേഷ് കുമാർ R. പിള്ളൈ എന്നിവർ സന്നിഹിതരായിരുന്നു. ആരാധനയും പവിത്രതയും സമന്വയിക്കുന്ന ദിവ്യമനോഹരങ്ങളായ ആഭരണങ്ങളാണ് തൻവിക കളക്ഷൻസിന്റെ പ്രത്യേകത. ലോഞ്ചിങ്ങിനോടനുബന്ധിച്ച് ഷോറൂമിൽ ആകർഷകമായ നിരവധി ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സ്വർണ്ണാഭരണ പണിക്കൂലിയിലും ഡയമണ്ട് വാല്യൂവിലും 25% വരെ കിഴിവും, ജെയിം സ്റ്റോൺ, അൺകട്ട് ഡയമണ്ട് തുടങ്ങിയവയ്ക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് 25% ഡിസ്കൗണ്ടും ഷോറൂമിൽ നിന്നും ലഭിക്കും. അഡ്വാൻസ് ബുക്കിംഗിലൂടെ വിലയുടെ 3% മുതൽ നൽകി ബുക്ക് ചെയ്യുന്നതിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തിലെ വിലയോ ആഭരണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണാവസരവും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളതായും അധികൃതർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ് ആലപ്പുഴ. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക്. ജില്ലയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. ജില്ലയിൽ ടെട്രാപോഡുകൾ ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക്.
ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലത്തിലെ കാട്ടൂർ, അമ്പലപ്പുഴ, പട്ടച്ചാൽ, പതിയങ്കര, ആറാട്ടുപുഴ എന്നീ ഭാഗങ്ങളിൽ കടൽ തീരത്തിന്റെ സംരക്ഷണത്തിനായി 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന പുലിമുട്ടിന് തിരമാലകളുടെ പ്രഹരശേഷി കുറയ്ക്കാനും തീരം നഷ്ടപ്പെടുന്നത് പ്രതിരോധിക്കാനുമാകും. ഇതുവഴി കൂടുതൽ മണൽ അടിഞ്ഞ് സ്വാഭാവിക തീരം രൂപം കൊള്ളുകയും ചെയ്യും. കിഫ്ബി ധനസഹായത്തോടെ 2018 ആരംഭിച്ച പ്രവൃത്തികൾ 98% വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 223.18 കോടി രൂപ വിനിയോഗിച്ചാണ് ഇവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. RCCL കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോ വീഡിയോ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു. മെയ് 6 മുതൽ 16 വരെ ആലപ്പുഴ ബീച്ചിലാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള നടക്കുന്നത്. മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോ വീഡിയോ പ്രകാശനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ അമ്പലപ്പുഴ MLA H. സലാം, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, അസിസ്റ്റന്റ് എഡിറ്റർ TA യാസിർ, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ PS സജിമോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. രണ്ടാം LDF മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ കേരള പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ ശീതീകരിച്ച 200 സേവന വാണിജ്യ സ്റ്റാളുകൾ, ദിവസവും കലാപരിപാടികൾ, സംസ്ഥാന സർക്കാരിന്റെ സേവനങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുന്ന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ, കുട്ടികൾക്കായി കളിസ്ഥലം, സെമിനാറുകൾ, ഡോഗ് ഷോ, ടൂറിസം പ്രദർശനം, PRD എന്റെ കേരളം ചിത്രീകരണം, കാർഷിക വിപണന പ്രദർശന മേള, സൗജന്യ സർക്കാർ സേവനങ്ങൾ, കായിക വിനോദ പരിപാടികൾ എന്നിവയടക്കം മേളയിലുണ്ടാകും. മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്നും അധികൃതർ അറിയിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 2.4 ലക്ഷം രൂപ ചെലവിൽ 6 പേർക്ക് ലാപ്ടോപ്പുകളും 60,000 രൂപ ചെലവിൽ ടേബിൾ കസേരകളുമാണ് നൽകിയത്. അമ്പലപ്പുഴ MLA H. സലാം ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെയേറെ പ്രയോജനപ്രദമായ പ്രവർത്തനം ആവിഷ്കരിക്കാറുണ്ട്. തീരദേശത്തെ സാധാരണ തൊഴിലാളി കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളുടെ പ്രയാസത്തിന്റെ പരിഹാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കണക്കാക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുത്തത് ആ കുടുംബത്തിന്റെയും ആ മക്കളുടെയും ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള അല്ലെങ്കിൽ കുടുംബങ്ങളിലെ ജീവിതകാലത്തെ പ്രയാസങ്ങൾ പ്രാരാബ്ദങ്ങളും അതെല്ലാം പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ്. അപ്പൊ അത്തരം കുടുംബങ്ങൾ സമൂഹത്തിന്റെ മുഖ്യമായ നിലയിൽ ഉയർന്നു വരിക എന്നുള്ളത് നമ്മുടെ ആകെ ഒരു മനസ്സാണ്. അത് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന വളരെ പ്രത്യേകതയുള്ള സ്കീം ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കുന്നുണ്ട്. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ 1ാം സർക്കാരിന്റെ കാലങ്ങളിൽ കേരളം നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട സ്കീമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ പ്രൊഫഷണൽ കോഴ്സ് ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് അവർ സാധ്യമായ അഡ്മിഷൻ കിട്ടിയാൽ അവരുടെ അത്തരം ഫീസ് ഏതാണ്ട് പൂർണ്ണമായും ഗവൺമെന്റ് തന്നെ ചെലവഴിക്കുന്ന നിലയിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ധാരാളം കുട്ടികൾ ഉന്നത നിലയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ MBBSന്റെ റിസൾട്ട് വന്നപ്പോൾ 11 കുട്ടികൾ നമ്മുടെ മണ്ഡലത്തിൽ MBBS പാസ്സായി. പറവൂർ SN വായനശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് AP സരിത, അംഗങ്ങളായ സുധർമ്മ ബൈജു, സുരേഷ് ബാബു, K. ആനന്ദൻ, കവിത, സാജൻ എബ്രഹാം, വിശാഖ് വിജയൻ, ഫിഷറീസ് ഓഫീസർ അലീന, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് TS ജോസഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ജയപ്രസന്നൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ സ്കൂൾ കെട്ടിടങ്ങൾ സുരക്ഷിതമാണെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും മെയ് 15 മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് മന്ത്രി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണ വിപണിയിലെ പുത്തൻ ഡിസൈനായ തൻവിക കളക്ഷന്റെ ലോഞ്ചിംഗ് സെറമണി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ 6ഓളം നവവധുക്കൾ ചേർന്നാണ് തൻവിക ലോഞ്ചിംഗ് നടത്തിയത്. ജില്ലയിൽ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള പുലിമുട്ട് നിർമ്മാണത്തിന്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിലേക്ക്. ജില്ലയുടെ തെക്കൻ തീരപ്രദേശങ്ങളിൽ 11.26 കിലോമീറ്റർ നീളത്തിലാണ് പുലിമുട്ടുകൾ നിർമ്മിക്കുന്നത്. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രൊമോ വീഡിയോ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രകാശനം ചെയ്തു. മെയ് 6 മുതൽ 12 വരെ ആലപ്പുഴ ബീച്ചിലാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. അമ്പലപ്പുഴ MLA H. സലാം ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.